അരുൺകുമാറിന് സീറ്റ് ഓഫർ ചെയ്ത് എനിക്ക് ഇഷ്ടമായിട്ടോ, എനിക്കും തരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അതിനു മുമ്പേ നിയാസ്കിക്ക് ഒരു സീറ്റ് കിട്ടട്ടെ, ജയിക്കട്ടെ എന്ന് ഞാൻ വളരെ ഞങ്ങള് പ്രിയപ്പെട്ട അരുൺകുമാറെ അതുപോലെ പ്രേംകുമാറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിലാണ് ഞങ്ങൾ ഈ കേസ് വെക്കുന്നത്. അവിടെ ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. മറ്റേ കോടതിയിൽ സ്ഥിരമായി തോൽക്കുന്നത് കൊണ്ട് അല്ല, ഇനി ഒരു കോടതിയും കൂടി ഉണ്ട്. ഉമ്മൻചാണ്ടി സാറ് പണ്ട് പറഞ്ഞത് മനസാക്ഷിയുടെ കോടതി, അതും കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ജനങ്ങളുടെ കോടതി തോറ്റു കഴിഞ്ഞാൽ അടുത്ത് പറയാവുന്ന സ്ഥാനത്താണ് മനസാക്ഷി കോടതിയിൽ. പക്ഷേ ഇത്തരം ഓഫറിലൂടെ ആളുകളെ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തീരെ ശരിയല്ലാത്തൊരു വിചാരമാണ്. കാരണം ഈ കിട്ടിയിരിക്കുന്ന ആളുകളെല്ലാം സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഇഷ്യൂവിൻ്റെ മുകളിലാണ് വരുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കില്ല. പി കെ ശശി ആയിരുന്നാലും ജി സുധാകരൻ അങ്ങോട്ട് എത്തിയോ ഇല്ലയോ നമുക്കറിയില്ല. ഐഷ പോറ്റിയുടെ പ്രശ്നം കാറില്ല എന്നുള്ളതായിരുന്നു. എല്ലാവരുടെയും കിട്ടിയ ആളുകൾക്കൊക്കെ സീറ്റില്ല എന്നാണ്. അവിടെ തന്നെ 140 സീറ്റ് മൊത്തത്തിലുള്ളതിൽ ഒരു 250 ആൾ 300 ആളുകൾ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ആളുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാനാണെന്ന് പ്രഖ്യാപിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് കോലം കത്തിക്കൽ കഴിഞ്ഞു. പക്ഷേ ഇതൊരു തീരെ ആശാസ്യമല്ലാത്ത ഒരു പൊളിറ്റിക്സ് ആണ്. പണ്ടൊക്കെ നമ്മൾ യു പിയിലൊക്കെ കണ്ടിരുന്നതാണ്. ടെലിവിഷൻ ചർച്ചയിൽ പാനലിൽ പങ്കെടുക്കുന്ന ആളുകളോട് നിങ്ങൾ ഇങ്ങോട്ട് പോരി, നിങ്ങൾക്ക് സീറ്റ് തരാം, അല്ലെങ്കിൽ നിങ്ങൾ കാലാകാലം ചർച്ചാ തൊഴിലാളിയായി പോകുന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് അഡ്വക്കേറ്റ് നിയാസിനെ പോലെയുള്ള ഒരു പാനലിസ്റ്റ് പോലും എത്തി എന്നുള്ളത് കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥയാണ്. പലതും മറ്റു പാർട്ടികളാണുള്ളത്. ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇത് പല പാർട്ടികളാണുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ ചർച്ചയിൽ ഞങ്ങളൊക്കെ സ്ഥിരമായി മത്സരിച്ച പേരൊന്നും പറയുന്നില്ല, റെജി ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഇന്ന് മറ്റു പല പാർട്ടികളിലെത്തിയിരിക്കും. അല്ല, ആളുകൾ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നതിന് നമുക്ക് വിയോജിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് വന്നോളൂ, MLA ആക്കി തരാമെന്നൊരു ചർച്ചയിൽ പരസ്യമായിട്ട് പറയുന്നത് അരുൺകുമാറിനെ പോലെയുള്ള ഒരാളെ എത്ര കാലമായി നിങ്ങൾ പറ്റിക്കുന്നത്? ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കും. അദ്ദേഹത്തിന് ചുമര എഴുതി മായ്ച്ച് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലെ ആളുകൾ എന്നും ന്യായീകരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട് എന്നും ഈ ഫ്ലോറിൽ വന്ന് ഇങ്ങനെ അലക്കി വിളിപ്പിച്ച് ഒരു മോചനം കൊടുക്കും. എനിക്കൊരു സംശയം കേട്ടോ, എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ ചാടുമെന്ന് പറഞ്ഞ കെ സുധാകരനെയൊക്കെ ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ നോക്കാം. എന്റെ സംശയം എന്താ വെച്ചാൽ ശ്രീ നിയാസ് അരുണിന്റെ പേര് ചേർത്ത് പറയുന്നതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം അവസ്ഥകളും അതല്ല അരുണിന്റെ പേരിൽ ചേർത്ത് പറയുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ എന്റെ അനുഭവമാണ്, എന്റെ അനുഭവം ഞാൻ ആരോട് പറയാൻ എന്ന് പറയും പോലെയുണ്ട്. എന്തായാലും ആയിക്കോട്ടെ.